ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നത് വീണ്ടും കുറച്ച് ചെടികളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പോൾ നമുക്ക് ചെടികളെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? വളരെ വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതാണ് കലാത്തിയ ലൂട്ടിയ, സിഗാർ കലാത്തിയ എന്ന് പറയും. സൗത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒറിജിൻ സ്പീഷീസ്. ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ളതാണ്. വാഴയുടെ ഇല പോലെ നല്ല വലിപ്പത്തിലാണ്. ഇത് സാധാരണ ഈ മതിലോടൊക്കെ ചേർന്ന് അല്ലെങ്കിൽ റിസോർട്ടിലൊക്കെ മതിലോട് ചേർന്ന് വളരെ ഭംഗിയായിട്ട് നിർത്തുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ ലൂട്ടിയ. അതുപോലെ തന്നെ ഫ്ലവർ എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ഒരു ബ്രൗൺ കളറിലെ ഫ്ലവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വലുതായതുകൊണ്ടേ നമുക്ക് വീഡിയോയിൽ ക്ലിയർ കിട്ടുന്നില്ല. ഈ കാണുന്നതാണ് എൻ്റെ ഫ്ലവർ. ഈ ഫ്ലവർ ഇത്രേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ലീഫാണ് ഏറ്റവും മനോഹരമാക്കുന്നത്. ഒത്തിരി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഏരിയയിൽ നമുക്ക് വളർത്തി നിർത്തിയാൽ നല്ല ഭംഗിയായി മതിലോട് ചേർന്ന ഏരിയയിൽ ലാൻഡ്സ്കേപ്പായിട്ട് നിർത്താൻ അടിപൊളിയാണ്. ഓക്കെ, കലാത്തിയ ലൂട്ടിയ. ഈ പ്ലാന്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. മാസ്റ്റർ ഡെയ്സി എന്നാണ് ഇതിൻ്റെ പേര്. ജപ്പാൻ, ചൈന, കൊറിയ, മംഗോളിയ എന്നീ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഒരു ഫ്ലവർ പ്ലാന്റാണിത്. ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു പ്ലാന്റാണ്. ഒത്തിരി ചൂടുള്ള സമയത്തല്ല, ശരിക്കും ഇത് തണുപ്പ് സീസണിലാണ് കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നത്. മനോഹരമായ ഒരു പ്ലാന്റാണ്. പൂക്കൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകും. വളരെ മനോഹരമാണ്. ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് മാസ്റ്റർ ഡെയ്സി. ഓക്കെ.